ഹൈദരാബാദിലെ കുഷികൊണ്ട എന്ന ഏരിയ. അവിടെ ഒരു 2 നില വീട്. ആ വീടിന്റെ 2ാമത്തെ നിലയിൽ നിന്നും വല്ലാത്തൊരു ദുർഗന്ധം പുറത്തേക്ക് വരുന്നുണ്ട്. ആ ഭാഗത്ത് താമസിക്കുന്ന, ആ വീടിനടുത്ത് താമസിക്കുന്ന ആൾക്കാർ ആ വീടിന്റെ ഓണറിനെ വിളിച്ച് ഇങ്ങനെ ഈ വീട്ടിൽ നിന്നും വല്ലാത്ത ദുർഗന്ധം വരുന്നുണ്ട്, എന്താണ് സംഭവം എന്നറിയില്ല, വീട് 3-4 ദിവസമായി പൂട്ടിക്കിടക്കുകയാണ്, വന്ന് നോക്കാമോ എന്നാവശ്യപ്പെട്ടു. അല്പസമയത്തിനുള്ളിൽ ഓണറും അവിടെ എത്തി. അതിനുശേഷം ആ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാർ എല്ലാവരും ആ വീടിന് മുൻപിൽ കൂടി നിന്നു. വീടിന്റെ മുൻവശത്തുള്ള വാതിൽ തല്ലി തകർക്കുന്നു. എന്നിട്ട് വീടിനുള്ളിലേക്ക് കയറി നോക്കി. ആ വീടിന്റെ തറ മുഴുവനും ചോരയായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അവർക്ക് മനസ്സിലായില്ല. കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയപ്പോൾ ആ വീടിന്റെ തറയിൽ ഒരു സ്ത്രീ, ഗർഭിണിയായ സ്ത്രീ, അവരുടെ ഭ്രൂണം പ്രൈവറ്റ് പാർട്ട് വഴി പുറത്തേക്ക് വന്ന അവസ്ഥയിൽ മരിച്ചു കിടക്കുന്ന കാഴ്ചയായിരുന്നു എല്ലാവരും കണ്ടത്. ഇതെല്ലാവർക്കും വലിയ ഞെട്ടലായി. അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലർ പോലീസിനെ വിളിച്ച് അവിടെ നടന്നതും അവർ കണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ഒരല്പസമയത്തിനുള്ളിൽ പോലീസും അവിടെ എത്തി. അവരുടെ അന്വേഷണം ആരംഭിച്ചു. മരിച്ച സ്ത്രീയുടെ പേരെന്താണ്, ഇവർക്ക് എത്ര പ്രായമുണ്ട്, അവരുടെ കൂടെ ആരൊക്കെയായിരുന്നു താമസം, ഇവരിവിടെ എത്ര ദിവസമായി താമസിക്കുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നു. ആ അന്വേഷണത്തിൽ മരിച്ച പെൺകുട്ടിയുടെ പേര് സ്നേഹ. അവൾക്ക് 21 വയസ്സ്. ഭർത്താവുണ്ട്. പക്ഷെ 4 ദിവസം മുൻപ് അയാൾ ആ വീട്ടിൽ നിന്നും പോയി. പിന്നീട് ആ വീട്ടിലേക്ക് അയാൾ വന്നിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലായി. പിന്നീട് പോലീസ് അയൽവാസികളോടൊക്കെ ചോദിച്ചിട്ട് സ്നേഹയുടെ ഭർത്താവായ സച്ചിന്റെ നമ്പർ വാങ്ങി, നമ്പറുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആധാർ കാർഡ്, അതിലെ വിവരങ്ങളെല്ലാം നോക്കി അഡ്രസ് കണ്ടുപിടിച്ചു. എന്നിട്ട് അഡ്രസ്സിൽ ചെന്ന് നോക്കിയപ്പോൾ അയാൾ അയാളുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ സുഖമായിരിക്കുന്നതായിരുന്നു കണ്ടത്. അതിനുശേഷം പോലീസ് അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. നിങ്ങളുടെ ഭാര്യ മരിച്ചു, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? മരിച്ചിട്ട് 4 ദിവസമായി. വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അവരുടെ മരണവുമായി നിനക്കെന്തെങ്കിലും ബന്ധമുണ്ടോ? നീയാണോ അവരെ കൊന്നത്? ഇങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഈ സമയം അയാൾ പറഞ്ഞ കാര്യം, ഞാൻ ഇന്നലെയും എൻ്റെ ഭാര്യയെ വിളിച്ച് സംസാരിച്ചു, ഒരുപാട് സമയം സംസാരിച്ചു, അപ്പോഴൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഒരുപക്ഷെ നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും, ഞാനല്ല ഇത് ചെയ്തത് എന്നാവർത്തിച്ച് പറഞ്ഞു. പിന്നീട് പോലീസ് അയാളുടെ ഫോൺ വാങ്ങി പരിശോധിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞതെല്ലാം നുണയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഭാര്യയെ അയാൾ വിളിച്ചിട്ടില്ല. അവസാനമായി ഭാര്യയെ വിളിച്ചത് 4 ദിവസത്തിന് മുൻപായിരുന്നു. ഒരല്പസമയം മാത്രമേ സംസാരിച്ചുള്ളൂ. പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും സമയം ഇയാൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് പോലീസിന് മനസ്സിലായി. പിന്നീട് പോലീസ് അവരുടേതായ ശൈലിയിൽ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു എന്ത് സംഭവിച്ചു എന്നുള്ളത് അയാൾ പറയാൻ തുടങ്ങിയത്. ഹൈദരാബാദിലെ ഗാന്ധിനഗർ എന്ന സ്ഥലത്തായിരുന്നു സ്നേഹ അവളുടെ മാതാപിതാക്കളുമായി താമസിച്ചത്. ഒരു ഫ്ലാറ്റിലായിരുന്നു താമസം. സ്നേഹയ്ക്ക് ആ സമയം 17 വയസ്സായിരുന്നു. ഇവർക്ക് ഒരേ ഒരു മകൾ. 17 വയസ്സുള്ളപ്പോൾ തന്നെ സ്നേഹ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വളരെ ആക്റ്റീവായിരുന്നു. ഡെയിലി ഫോട്ടോസും സ്റ്റോറീസും എല്ലാം ഇടുമായിരുന്നു. അതേസമയം ഈ സച്ചിൻ, അവനും 17 വയസ്സ്. അവൾ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നും ഒരല്പം അകലെയുള്ള മറ്റൊരു സ്കൂളിലായിരുന്നു സച്ചിൻ പഠിച്ചത്. അങ്ങനെ ഇരിക്കെ സ്നേഹ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റോറീസ്, ഫോട്ടോസ് ഇവയ്ക്കെല്ലാം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അവൾക്ക് മെസ്സേജ് അയക്കുക, ഇതൊക്കെ സച്ചിൻ ചെയ്തു. ഒരു ഘട്ടത്തിൽ സച്ചിനെ കണ്ടപ്പോൾ തന്നെ സ്നേഹയ്ക്ക് ഇഷ്ടപ്പെട്ടു. തുടക്കത്തിൽ ഒരു കമൻറ്റിൽ തുടങ്ങിയ ആ ഒരു റിലേഷൻഷിപ്പ് പിന്നീട് മെസ്സേജ് ചെയ്യാൻ തുടങ്ങി, നമ്പർ എക്സ്ചേഞ്ച് ചെയ്ത് ഫോൺ വിളിക്കാൻ തുടങ്ങി. അതിനുശേഷം നേരിട്ട് കാണുകയും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. ഒരു പോയിന്റിൽ സ്നേഹ വല്ലാതെ സച്ചിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. 2021 സ്നേഹയ്ക്ക് 18 വയസ്സ് പൂർത്തിയായി. ആ സമയം സച്ചിനും 18 വയസ്സ് മാത്രമായിരുന്നു പ്രായം. രണ്ടുപേരും തൊട്ടടുത്തുള്ള ഒരു കോളേജിൽ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തു. അതേസമയം തന്നെ മകൾക്ക് 18 വയസ്സായ സമയം സ്നേഹയുടെ വീട്ടിൽ പറഞ്ഞത്, നീ ഇനി എന്തായാലും കോളേജിൽ പോകണ്ട, +2 കംപ്ലീറ്റ് ചെയ്തല്ലോ, നിനക്ക് വിവാഹം കഴിപ്പിക്കാം, 18 വയസ്സായല്ലോ, പഠിത്തമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ സ്നേഹയുടെ വീട്ടിൽ അവൾക്കായി നല്ല വിവാഹാലോചനകൾ വരാൻ തുടങ്ങി. സ്നേഹയ്ക്ക് സച്ചിനെ ഒഴിവാക്കിയിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അത്. രണ്ടുപേരും പരസ്പരം അത്രയേറെ പ്രണയത്തിലായിരുന്നു. ഒരു പോയിന്റിൽ സ്നേഹ സച്ചിനോട് പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ സംസാരിക്ക്, നിന്റെ വീട്ടിൽ ഓക്കെ ആണെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ സംസാരിക്കാം, 2 വീട്ടിലും ഓക്കെ ആണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ച് ജീവിക്കാമെന്ന്. അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തി. പക്ഷെ സച്ചിന് അവൻ്റെ വീട്ടിൽ സംസാരിക്കാൻ വല്ലാത്ത പേടിയായിരുന്നു. എന്തായാലും വീട്ടിൽ സമ്മതിക്കില്ല, കാരണം കോളേജ് ഫസ്റ്റ് ഇയർ ആയിട്ടേ ഉള്ളൂ, 19 വയസ്സാകുന്നേ ഉള്ളൂ, എന്തായാലും സമ്മതിക്കില്ല എന്നവൻ അറിയാം. പക്ഷെ അതേസമയം സ്നേഹ ചെയ്തത് അവളുടെ മാതാപിതാക്കളോട് ചെന്ന്, സച്ചിൻ എന്ന വ്യക്തിയെ പ്രണയിക്കുന്നുണ്ട്, സ്കൂൾ മുതലേ ഉള്ള പ്രണയമാണ്, ഞാനൊരു വിവാഹം കഴിക്കുമെന്നുണ്ടെങ്കിൽ അത് സച്ചിനെ മാത്രമേ ഉള്ളൂ, മറ്റാരെയും എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരരുത്. അവൾ അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. തുടക്കത്തിൽ അവളുടെ വീട്ടിലത് സമ്മതിച്ചില്ല.
ഒറ്റ മകളാണ് എങ്കിൽ പോലും അവളുടെ പ്രണയത്തിന് സമ്മതിച്ചില്ല. ഇങ്ങനെ സമ്മതിക്കാത്തത് കൊണ്ട് സ്നേഹ പറഞ്ഞത്, നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഉറപ്പായും ആത്മഹത്യ ചെയ്യും. മാതാപിതാക്കളെ അവൾ ചെറുതായി ഒന്ന് പേടിപ്പിക്കാൻ ശ്രമിച്ചു. തുടക്കത്തിൽ സ്നേഹയുടെ അച്ഛനും അമ്മയും ഇതൊന്നും വലിയ കാര്യമാക്കിയില്ല. ചെറിയ കുട്ടിയല്ലേ, അറിവില്ലാതെ പറയുന്നതായിരിക്കും എന്ന് കരുതി. പക്ഷെ പിന്നിലുള്ള ദിവസങ്ങളിൽ അവൾ ഒരല്പം സീരിയസ് ആയി. കഴിക്കാതിരിക്കുക, ഒറ്റയ്ക്ക് മുറിയിൽ കയറിയിരിക്കുക, ഇങ്ങനെ പല നാടകങ്ങൾ അവൾ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ ചെയ്തപ്പോൾ മാതാപിതാക്കൾക്ക് ഒരല്പം ഭയം തോന്നി. കാരണം ഒറ്റ മകളാണ്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്നുള്ള ചിന്ത. എന്തായാലും നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് അവരും പറഞ്ഞു. ഇക്കാര്യം സ്നേഹ സച്ചിനെ വിളിച്ചറിയിച്ചു. നിന്റെ വീട്ടിലും നീ സംസാരിക്ക്, നമുക്ക് ഈ ഒരു ബന്ധം തന്നെ കൊണ്ടുപോകാം. ഒരു 2 വർഷമൊക്കെ കാത്തിരിക്കാം. നിനക്ക് 21 വയസ്സാകട്ടെ, നമുക്കൊരു 2 വർഷം കൂടെ കാത്തിരിക്കാം, അതിനുശേഷം വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സച്ചിനെ അവന്റെ വീട്ടിൽ പറയാൻ സ്നേഹ വല്ലാതെ അവനെ നിർബന്ധിച്ചു. അങ്ങനെ നീ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്കിനി പരസ്പരം കാണണ്ട, ഈ ബന്ധം ഇവിടെ തന്നെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ സച്ചിനും സ്നേഹയെ വിട്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് ഒരു ദിവസം അവൻ അവന്റെ വീട്ടിൽ ഇക്കാര്യം അവതരിപ്പിച്ചു. എനിക്ക് സ്നേഹ എന്ന പെൺകുട്ടി ഇഷ്ടമാണ്, സ്കൂൾ മുതലെയുള്ള പ്രണയമാണ്, ഞാൻ അവളെ കല്യാണം കഴിക്കൂ. അവളുടെ വീട്ടിൽ ഇക്കാര്യമെല്ലാം സമ്മതിച്ചു. നിങ്ങളും സമ്മതിച്ചാൽ എനിക്കൊരു നല്ല പ്രായം എത്തിയതിനു ശേഷം വിവാഹം കഴിക്കാം. ഇപ്പോൾ നിങ്ങൾ സമ്മതം മാത്രം അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. സച്ചിന്റെ മാതാപിതാക്കൾക്ക് അവനെക്കുറിച്ച് നന്നായി തന്നെ അറിയാം. അവന് തീരെ മെച്യൂരിറ്റി ഇല്ല, ഒരു ജോലിയില്ല, പഠിത്തത്തിലാണെങ്കിൽ വല്ലാതെ പിന്നോക്കം നിൽക്കുന്ന കുട്ടി, അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു വ്യക്തി. അതുകൊണ്ട് ഇവർ തമ്മിൽ വിവാഹം കഴിച്ചാൽ അതൊരു ദുരന്തമായി മാറുമെന്ന് ആ വീട്ടുകാർക്കറിയാം. അതുകൊണ്ട് അവർ ഇവരുടെ ബന്ധത്തിന് സമ്മതിച്ചില്ല. അങ്ങനെ മാസങ്ങൾ കടന്നു. സച്ചിൻ 20 വയസ്സായി. സ്നേഹയ്ക്കും ഒരു 20 വയസ്സെത്തി. ആ സമയത്ത് സച്ചിൻ തീരുമാനിച്ചു, എന്തായാലും കല്യാണം കഴിക്കാം, നമുക്ക് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കാം, നമുക്ക് മറ്റൊരു വീടെടുത്ത് ജീവിക്കാം, ഞാൻ ജോലിക്ക് പോകാം. ഇങ്ങനെ തീരെ ലോജിക്കില്ലാത്ത ഒരു തീരുമാനം സച്ചിൻ എടുത്തു. ഇത് കേട്ടപ്പോൾ സ്നേഹയും സമ്മതം അറിയിച്ചു. പക്ഷെ അവൾ ഇക്കാര്യത്തെക്കുറിച്ച് അവളുടെ വീട്ടുകാരോട് പറഞ്ഞു. വീട്ടുകാർ പറഞ്ഞത്, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, നീ സന്തോഷമായിരുന്നാൽ മതി, പക്ഷെ ആത്മഹത്യ എന്ന തീരുമാനമൊന്നും നീ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്ന സച്ചിൻ ഹൈദരാബാദിലുള്ള കുഷികണ്ട എന്ന സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്കെടുത്തു. 2 പേരും അവിടെ താമസിക്കാൻ തുടങ്ങി. സച്ചിൻ അവിടെ തന്നെ ഒരു ഡെലിവറി ബോയായി ജോലി നോക്കാൻ തുടങ്ങി. തുടക്കത്തിൽ യാതൊരു പ്രശ്നവുമില്ല. വളരെ സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ 2 പേരും ജീവിച്ചു. ഒരല്പം ശമ്പളമാണെങ്കിലും 2 പേരും എല്ലാം കൈകാര്യം ചെയ്ത് സന്തോഷത്തോടു കൂടി ജീവിച്ചു. ഒരു 3 മാസം അങ്ങനെ കടന്നുപോയി. 3 മാസത്തിന് ശേഷം സ്നേഹ ഗർഭിണിയായി. അപ്പോൾ മുതലായിരുന്നു പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചത്. കാരണം ഇവർക്ക് കിട്ടുന്ന കുറച്ച് പൈസ അത് വീട്ടിലെ ചിലവിനും സ്നേഹയുടെ കാര്യത്തിനും ഒന്നിനും തികഞ്ഞില്ല. അതേസമയം സച്ചിൻ മദ്യപിക്കാറുണ്ടായിരുന്നു, പുകവലി, ഇങ്ങനെ ഇയാളുടെ ചിലവിന് പോലും ഈ കിട്ടുന്ന പൈസ തികയാറുണ്ടായിരുന്നില്ല. കൂടാതെ ഒരു പോയിന്റിൽ സച്ചിൻ വല്ലാത്ത ഡിപ്രഷനിലായിരുന്നു. കാരണം രാവിലെ മുതലേ ജോലിക്ക് പോകും, രാത്രി വരും, അതിൽ നിന്നും കിട്ടുന്ന കുറച്ച് പൈസ അതൊന്നിനും തികയുന്നില്ല. എന്നിട്ട് പോലും അവൻ കിട്ടുന്ന പൈസ ദൂർത്തടിക്കാൻ തുടങ്ങി. സ്നേഹ ഒരു സമയത്ത് വന്ന് സച്ചിനെ ഉപദേശിച്ചു, ഞാൻ ഗർഭിണിയാണ്, എനിക്ക് ചില ചിലവുകളുണ്ട്, വീട്ടിന്റെ ചിലവുമുണ്ട്, നീ ഇങ്ങനെ കിട്ടുന്ന പൈസ ദൂർത്തടിക്കാൻ പാടില്ല. ഈ ഉപദേശം കേട്ട് സച്ചിന് വല്ലാതെ ദേഷ്യം വന്നു. കാരണം അവൻ ആ സമയത്ത് മദ്യലഹരിയിലായിരുന്നു. ഇങ്ങനെയുള്ള സമയങ്ങളിൽ സച്ചിൻ സ്നേഹയെ ഉപദ്രവിക്കുമായിരുന്നു, തല്ലുമായിരുന്നു. ഗർഭിണിയാണെന്ന് പോലും നോക്കിയില്ല അവൻ. ഇങ്ങനെ ഒരു തവണ പ്രശ്നം വരികയും സച്ചിൻ സ്നേഹയെ അടിക്കുകയും ചെയ്തു. അതിൽ സ്നേഹയുടെ ഗർഭം അലസിപ്പോയി. ഈ സംഭവത്തിന് ശേഷം സ്നേഹ സച്ചിനെ വെറുക്കാൻ തുടങ്ങി. തന്റെ അവസ്ഥയ്ക്ക് കാരണം ഇയാളാണ്. ഇങ്ങനെ ദിവസവും അവർ തമ്മിലുള്ള പ്രശ്നം കൂടി വന്നു. ഒരു ഘട്ടത്തിൽ 2 പേർക്ക് മനസ്സിലായി ഇനി ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്ന്. 2 പേരും പിരിയാനും തീരുമാനിച്ചു. അങ്ങനെ സ്നേഹ തിരികെ അവളുടെ വീട്ടിലേക്ക് പോയി, സച്ചിൻ അവന്റെ വീട്ടിലേക്കും പോയി. അങ്ങനെ താമസിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. കുറച്ച് മാസത്തിനു ശേഷം, ഒരു 5-6 മാസങ്ങൾക്ക് ശേഷം സച്ചിൻ വീണ്ടും സ്നേഹയെ വിളിച്ചു. ഞാനന്ന് ചെയ്തത് വലിയ തെറ്റായിപ്പോയി, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നമുക്കിനി ഒരുമിച്ച് ജീവിക്കാം, ഞാൻ ജോലിക്ക് പോകാം, ഒന്നും ധൂർത്തടിക്കില്ല, മാസത്തിൽ ശമ്പളം കറക്റ്റായി തരാം, യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. ഇങ്ങനെ അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. സ്നേഹ ഇക്കാര്യം അവളുടെ അച്ഛനും അമ്മയോടും പറഞ്ഞു. അവർക്കും അത് സമ്മതമായിരുന്നു. ശേഷം വീണ്ടും അതേ വീട്ടിൽ തന്നെ, ഹൈദരാബാദിലെ അതേ വീട്ടിൽ 2 പേരും വന്ന് പഴയതുപോലെ താമസിക്കാൻ തുടങ്ങി. സച്ചിൻ തന്റെ പഴയ ജോലി തന്നെ ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ വീണ്ടും പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഒരു 3 മാസം കഴിഞ്ഞു. വീണ്ടും സ്നേഹ ഗർഭിണിയായി. വീണ്ടും പ്രശ്നം തുടങ്ങി. ഇവിടെ പ്രശ്നം പണത്തിൻ്റെതായിരുന്നില്ല. സച്ചിൻ ആ സമയം ചിന്തിച്ചത്, ഇത് തൻ്റെ കുഞ്ഞല്ല, സ്നേഹ ഇത്രയും ദിവസം വീട്ടിലായിരുന്നു, ഒരുപക്ഷെ അവൾക്ക് ആ സമയം മറ്റേതോ ബന്ധമുണ്ടായിരുന്നിരിക്കണം.
ഇത് അയാളുടെ കുഞ്ഞായിരിക്കണം, അല്ലാതെ ഇത്ര പെട്ടെന്ന് ഗർഭിണിയാകാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് അവൻ ചിന്തിച്ചത്. ഈ ഒരു സംശയം അയാളുടെ മനസ്സിൽ കൂടി വന്നു. കൂടാതെ സ്നേഹയെ വിളിക്കുന്ന സമയത്തും ചില സമയങ്ങളിൽ അവൾ ബിസിയായിരുന്നു. ഇതെല്ലാം നോക്കിയ സമയത്ത് സച്ചിൻ വല്ലാതെ സംശയിക്കാൻ തുടങ്ങി. കൂടുതലൊന്നും ചിന്തിക്കാതെ ഒരു ദിവസം നേരിട്ട് സ്നേഹയോട് തന്നെ അവൻ ചോദിച്ചു, നിനക്ക് മറ്റാരെങ്കിലുമായും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ഗർഭം എന്റേതല്ലല്ലോ, വേറെ ആരുടെയോ അല്ലേ? നീ എന്നെ പറ്റിക്കുകയായിരുന്നില്ലേ, വഞ്ചിക്കുകയായിരുന്നില്ലേ എന്ന് അയാൾ നേരിട്ട് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ സ്നേഹയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. മാതാപിതാക്കളെല്ലാം ഉപേക്ഷിച്ച് ഇവനുമായി ജീവിക്കാൻ വന്നതാണ്, പക്ഷെ ഇവൻ ഇങ്ങനെ പറയുന്നല്ലോ എന്ന് ചിന്തിച്ച് അവൾക്ക് വല്ലാത്ത ദുഃഖം തോന്നി. ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ സ്നേഹയ്ക്ക് മറ്റു മാർഗമില്ലാതെ അവൾ തുറന്നു പറഞ്ഞു, എനിക്ക് മറ്റാരുമായും യാതൊരു ബന്ധവുമില്ല. ഈ ഒരു കുഞ്ഞ് നിന്റേത് മാത്രമാണ്, എന്റെ ജീവിതത്തിൽ മറ്റാരും ഇല്ല എന്നവൾ കരഞ്ഞു പറഞ്ഞു. സച്ചിൻ ആ സമയം അത് വിശ്വസിച്ചതുപോലെ അഭിനയിച്ചെങ്കിലും അവന്റെ മനസ്സിൽ അപ്പോഴും സംശയമുണ്ടായിരുന്നു. ദിവസം കഴിയുന്തോറും സംശയം കൂടി വന്നു. ഒരു ഘട്ടത്തിൽ അവൻ സൈക്കോ ആയി മാറി. അങ്ങനെ 2025 ജനുവരി മാസം 16 അന്ന് രാവിലെ 5 മണിക്ക് പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കിയ സമയത്ത് സ്നേഹയുടെ വയറ്റിൽ ആരോ തള്ളിപ്പിടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അവളുടെ വയറിന് മുകളിൽ ഒരാൾ കയറിയിരുന്ന് വയറിൽ ഇടിക്കുന്നുണ്ടായിരുന്നു. സ്നേഹ പെട്ടെന്ന് ഉറക്കെ കരയാൻ ശ്രമിച്ചു. പക്ഷേ ഒരു കൈ വന്ന് സ്നേഹയുടെ കഴുത്ത് ഞെരിക്കാനായി വന്നു. അത് മറ്റാരുമല്ല, സച്ചിൻ തന്നെയായിരുന്നു. അയാളുടെ മനസ്സിനുള്ളിലെ സംശയം കൂടി ഒരു ഭ്രാന്തനെ പോലെയായി. അയാളുടെ ഒരു കൈ ഉപയോഗിച്ച് സ്നേഹയുടെ കഴുത്ത് ഞെരുക്കി പിടിക്കുകയും മറ്റൊരു കൈ ഉപയോഗിച്ച് അവളുടെ വയറിൽ ഇടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതും സ്നേഹയുടെ വയറിന് മുകളിൽ കയറിയിരുന്നിട്ട്. സ്നേഹയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവൾ കാലുപയോഗിച്ച് ഭർത്താവിനെ തട്ടി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവന് സ്നേഹയെക്കാളും നല്ല ബലമുണ്ട്. അതുകൊണ്ട് തന്നെ സ്നേഹയ്ക്ക് എത്ര തന്നെ തള്ളിയിടാൻ ശ്രമിച്ചിട്ടും അവൾക്ക് പറ്റിയില്ല. അങ്ങനെ സച്ചിൻ അവളുടെ വയറിൽ ഇടിച്ചിടിച്ച് അകത്തുണ്ടായിരുന്ന ആ ഭ്രൂണം അത് അവളുടെ പ്രൈവറ്റ് പാർട്ട് വഴി പുറത്തേക്ക് വരുന്ന ആ ഒരു അവസ്ഥയിലെത്തി. വേദന സഹിക്കാനാകാതെ നിലവിളിച്ച് കരയുന്ന സ്നേഹയെ അയാൾ വീണ്ടും കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് പതിയെ കൊല്ലുകയായിരുന്നു. അപ്പോൾ തന്നെ അവൾക്കുള്ളിലെ ആ ഭ്രൂണം പുറത്തേക്ക് വരികയും ചെയ്തു. എന്നാൽ മരിച്ചു കിടക്കുന്ന സ്നേഹയെ കണ്ടിട്ട് അയാൾക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു തോന്നിയത്. കാരണം തന്നെ പറ്റിച്ച ഭാര്യയെ കൊന്നു. ആ ഒരു രീതിയിലായിരുന്നു അയാൾ ചിന്തിച്ച് സന്തോഷിച്ചത്. പിന്നീട് ഇതിനെ എങ്ങനെ ഒരു അപകട മരണമാക്കി മാറ്റാൻ പറ്റുമെന്നായിരുന്നു അയാൾ ചിന്തിച്ചത്. അങ്ങനെ ആ വീട് മുഴുവനും അയാൾ ചുറ്റി നടന്ന് ചിന്തിക്കാൻ തുടങ്ങി. ആ സമയം ഒരു ഐഡിയ തോന്നി. വീട്ടിലുണ്ടായിരുന്ന ഒരു ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്നു. അത് ഓണാക്കി വെച്ചിട്ട് അതേസമയം ഒരു മെഴുകുതിരിയും കത്തിച്ചു വെച്ചു. അയാൾ പദ്ധതിയിട്ടത് ഗ്യാസ് മുഴുവനും പുറത്തേക്ക് വരുന്നു, മെഴുകുതിരിയും കത്തിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് സ്പാർക്കായി മുഴുവനും പൊട്ടിത്തെറിക്കും, ഒരു അപകട മരണമാക്കി മാറ്റാം. ഇതായിരുന്നു പദ്ധതി. അതിനുശേഷം എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അയാൾ ആ വീട് പൂട്ടി അയാളുടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് അയാൾ TV ഓൺ ചെയ്ത് ന്യൂസ് നോക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള എന്തെങ്കിലും അപകട മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന്. പക്ഷെ അങ്ങനെയുള്ള യാതൊരു ന്യൂസും വന്നില്ല. കാരണം ആ ഗ്യാസ് സിലിണ്ടറിനുള്ളിൽ ഒരല്പം ഗ്യാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരല്പസമയത്തിൽ പുറത്തേക്ക് വന്നു. അതേസമയം ആ മെഴുകുതിരി അതും ഒരല്പസമയത്തിൽ അണഞ്ഞുപോയി. അതുകൊണ്ട് അയാൾ ചിന്തിച്ച ആ ഒരു അപകടം അവിടെ സംഭവിച്ചില്ല. അങ്ങനെ ഈ ഒരു കൊലപാതകം നടന്ന 4 ദിവസമായി. അപ്പോഴായിരുന്നു ആ വീടിനുള്ളിൽ നിന്നും ദുർഗന്ധം പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. അങ്ങനെ അയൽവാസികൾ അത് ശ്രദ്ധിക്കുന്നു. പിന്നീടായിരുന്നു ഞാൻ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. ഇയാളുടെ ഈ കുറ്റസമ്മതം കേട്ട പോലീസുകാർ തന്നെ ഞെട്ടിപ്പോയി. ഒറ്റ മകളെ നഷ്ടപ്പെട്ട വേദനയിലാണ് ഇന്ന് ആ മാതാപിതാക്കൾ. സച്ചിൻ ഇന്നും ജയിലിലാണ്. ഈ ഒരു കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അവൻ എന്ത് ശിക്ഷ ലഭിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്നത്തെ കാലത്ത് ഒരാളെ പ്രണയിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.